പറഞ്ഞ വാക്ക് ലഇൻ അഷ്ഹദനി അല്ലാഹു മഷ്ഹദൻ ലയറയന്നല്ലാഹു മാ അറാ മാ അഅമൽ. ഞാൻ ചെയ്യുന്ന മാ സുന, ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് അല്ലാഹുക്ക് ഞാൻ കാണിച്ചു കൊടുക്കും നബിയേ, അല്ലാഹ് അത് കാണും നബിയേ എന്ന് പറഞ്ഞ് അല്ലാഹുക്ക് പകരം ചെയ്ത സ്വഹാബിയാണിത്. ബദറിൽ നഷ്ടമായതിന് കഴിഞ്ഞ റമദാനിൽ ഖുർആൻ ഓതാൻ പറ്റിയിട്ടില്ല, കൂടുതൽ ഈ റമദാനിൽ വീണ്ടെടുക്കണം. ഇത് വീണ്ടെടുക്കലിന്റെ ചിന്തയാണ്. ഈ സദസ്സ് റമദാനിലേക്കുള്ള ഒരുക്കമാണ്. നമ്മുടെ മദ്ഹബിന്റെ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു കാന യഖ്തിമു ഫീ കുല്ലി യൗമിൻ ഖത്മ വഫീ കുല്ലി ലൈലത്തിൻ ഖത്മ. പകൽ മുഴുവൻ ഇരുന്ന് ഒരു ഖത്ം തീർക്കുമായിരുന്നു. വേറെ ഒരു വർത്താനമല്ല, ദർസ് നിർത്തി വെക്കും ഇമാം ഷാഫിഈ തങ്ങൾ. ദർസ് നിർത്തി വെക്കും. എന്തിന്? ഖുർആൻ ഓതാൻ. നമ്മൾ എത്ര പേര് ഖുർആൻ ഓതുന്നുണ്ട് എന്നത് നമ്മളെല്ലാവരും പരസ്പരം ഞാൻ എന്നോട് ചോദിക്കുകയാണ്, നിങ്ങളോടൊക്കെ ചോദിച്ചോളൂ. ഖുർആൻ നമ്മൾ തമ്മിലുള്ള ബന്ധം ഈ വാറോല വായിച്ചിട്ടേ വേറൊന്നും വായിക്കാൻ നേരല്ല. ഫേസ്ബുക്കും ഈ ഇതൊക്കെ സോഷ്യൽ മീഡിയ നമ്മളെ നശിപ്പിച്ചു കളഞ്ഞില്ലേ. എന്ത് ഫായിദ എന്ന് കിട്ടണം? കുറെ ഗീബത്തും നമീമത്തും മോശപ്പെട്ടതും നല്ല കാര്യങ്ങളും ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ബഹുഭൂരിപക്ഷം നമ്മുടെ ഫിക്റിനെ ശുഗലാക്കുന്ന വിഷയം ഫിത്നി വസാദിന്റെ എഴുത്തുകളാണ്. വായിക്കാതിരുന്നാൽ പോരെ. എത്രയാ നമുക്ക് നഷ്ടമായത്. ഇതൊക്കെ ഇനി എങ്ങനെ പകരം വെക്കുക? കഴിഞ്ഞത് കഴിഞ്ഞില്ല, ഇനി അതിന് പകരം കിട്ടുമോ? ഇനി വരുന്ന സമയം പുതിയ സമയമാണ്. അവിടെ പുതിയ അമല് ചെയ്യണം. നമ്മുടെ ഓരോ സമയവും ഇങ്ങനെ പിശാച് കൊന്നുകളയാണ് നമ്മളെ. സംഘടനയുടെ പേരിലും അല്ലാത്ത പേരിലും രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞിട്ടും ഫിത്നകൾ ഉണ്ടാക്കിയിട്ടും നമ്മുടെ സമയം ഇങ്ങനെ കൊല്ലുക. അത് നമ്മളിങ്ങനെ നിന്നു കൊടുക്കുക. അതിന് മറുപടിക്ക് മറുപടി ഇതൊക്കെ ആയിട്ട് ഈ ഉമ്മത്തിന്റെ വലിയൊരു പതനത്തിന്റെ തുടക്കമാണത്. അള്ളാഹുവിനെ ഭയപ്പെട്ടോളൂ. യൂസിക്കും വഇയ്യായ അവലം ബിതഖ്വല്ലാഹ്. ജുമുഅക്ക് കേൾക്കണ വർത്താനല്ലേ ഇത്? അള്ളാഹുവിന്റെ തഖ്വ ചെയ്തോളി, അള്ളാഹുവിനെ തഖ്വ ചെയ്തോളി. അല്ലാതെ എഴുതിവിടുന്നവനും മരിക്കും, വായിച്ചവനും മരിക്കും. അവനവന്റെ ഖബറിലേക്ക് ചെന്നാൽ അവനവൻ ചെയ്ത അമലേ കൂട്ടിനുണ്ടാകും. അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികളിൽ അനസ് ഇബ്നു നദർ തങ്ങളെ കുറിച്ചാണ് ആയത്തിറങ്ങിയത്. മിനൽ മുഅ്മിനീന റിജാലുൻ സദഖൂ മാ അഹദുല്ലാഹി അലൈഹി വമിൻഹും മൻ ഖളാ നഹ്ബഹു വമിൻഹും മൻ യൻതളിർ വമാ ബദ്ദലൂ തബ്ദീലാ. മിനൽ മുഅ്മിനീന റിജാലുൻ, മുഅ്മിനീങ്ങളിൽ ചില ആൺകുട്ടികളുണ്ട്. അള്ളാന്റെ പേര് വെച്ച് റബ്ബിനോട് കരാറ് ചെയ്തത് പറഞ്ഞ പോലെ ചെയ്തു വീട്ടിയ ആളുകൾ മുഅ്മിനീങ്ങളിലുണ്ട്. അനസ് ഇബ്നു നദർ പറഞ്ഞ പോലെ അള്ളാഹ്ക്ക് കാണാൻ കഴിയും ഞാൻ എന്താ ചെയ്യുക എന്ന് നബിയെ. ആ വാക്ക് പാലിച്ചവരുണ്ട്. വമിൻഹും മൻ ഖളാ നഹ്ബഹ്, ജീവൻ കൊടുത്ത് ഷഹീദായവർ അവരിലുണ്ട്. വമിൻഹും മൻ യൻതളിർ, ഊഴം കാത്തിരിക്കുന്നവരും അവരിലുണ്ട്. വമാ ബദ്ദലൂ തബ്ദീലാ, അവരുടെ വാക്കുകൾ അവർ മാറ്റിയിട്ടില്ല, പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് ഈ റമദാനിൽ ഖുർആൻ കൂടുതൽ ഓതണം നമുക്ക്. ഇമാമുന ബുഖാരി റളിയല്ലാഹു അൻഹു, മുസ്ലിം ഇബ്നു മഹാനായ മുഹമ്മദ് ഇബ്നു ഇസ്മാഈൽ അൽ ബുഖാരി റളിയല്ലാഹു അൻഹു അഫ്ളലുൽ കുതുബി ബഅദ കിതാബ് അസ്ഹഹുൽ കുതുബി ബഅദ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ കിതാബ് ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠവും സുദൃഢവും സുശക്തവുമായ ഒരു ഗ്രന്ഥമുണ്ടെങ്കിൽ അത് സ്വഹീഹുൽ ബുഖാരിയാണെന്ന് ഉലമാ ഇത്തിഫാഖ് ചെയ്ത ആ ഒരു സ്വഹീഹിന്റെ മുഅല്ലിഫായ ഇമാം ബുഖാരി തങ്ങളെ ഓരോ ദിവസവും ഓരോ ഖത്തം തീർത്തിരുന്നവത്രേ. റമദാനിൽ 30 ഖത്തം, ഇമാം ഷാഫി തങ്ങൾ 60 ഖത്തം, റമദാനിൽ 60 ഖത്തം. യാ അല്ലാഹ്, നമ്മൾ അത്ര അങ്ങനെ എയിം ചെയ്യും. പറ്റുന്നതാവട്ടെ. ആസിം ഇബ്നു സുഫിയാൻ അസ്സഖഫി റളിയല്ലാഹു അൻഹു ഗസ്വത്തു ദാത്തു സലാസിൽ എന്ന് പറയുന്ന ഒരു എക്സ്പെഡിഷൻ ഉണ്ടായിരുന്നു. ഒരു സൈന്യം പുറപ്പെട്ട ഒരു സംഭവം. അവിടെ യുദ്ധമുണ്ടായിട്ടില്ല. ഗസ്വത്തു ദാത്തു സലാസിൽ എന്നാണ് അതിന് പറയാ. പുണ്യ നബി തങ്ങൾ അവരോടൊപ്പം ഉണ്ടായിരുന്നു. ഇമാം നസായി തങ്ങൾ ഉദ്ധരിക്കുകയാണ്, ആസിം ഇബ്നു സുഫിയാൻ അസ്സഖഫി റളിയല്ലാഹു അൻഹു സലാസിലെ ദാത്തു സലാസിൽ യുദ്ധം നടക്കാതെ വന്നപ്പോ അവര് സങ്കടത്തിലാണ്. ഒരു നന്മ നഷ്ടമായല്ലോ എന്ന് മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് വന്നു. മുആവിയ തങ്ങളുടെ കൂടെ ഇരിക്കുന്നുണ്ട് അബൂ അയ്യൂബുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു. നബി തങ്ങൾ മദീനയിലേക്ക് വന്നപ്പോൾ ആരുടെ വീട്ടിലാണോ താമസിച്ചത് ആ വീട്ടുകാരനാണ് അബൂ അയ്യൂബുൽ അൻസ്വാരി. മഖാമുള്ളത്, ഖബർ കിടക്കുന്നത് തുർക്കിയിലാണ്, ഇസ്തംബൂളിൽ അയ്യൂബ് സുൽത്താൻ അവരങ്ങനെ വിളിക്കുക. ആ സ്റ്റേറ്റ്, അവിടുത്തെ ഒരു പ്രൊവിൻസിന്റെ പേരാണ് അയ്യൂബ് സുൽത്താൻ. അവിടുത്തെ പോലീസിന്റെ വണ്ടിമേലൊക്കെ അയ്യൂബ് സുൽത്താൻ പോലീസ് അങ്ങനെ എഴുതാം. ആരാണ് അയ്യൂബ് സുൽത്താൻ എന്നറിയോ? അബൂ അയ്യൂബുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു.
90 വയസ്സ് കഴിഞ്ഞപ്പോഴും കോൺസ്റ്റാന്റിനോപ്പിളിൽ ഒരു യുദ്ധം നടക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോ, കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത് തുർക്കിയുടെ ഏറ്റവും വലിയ നഗരമായ ഇസ്തംബൂളിന്റെ പഴയ പേരാണ്. തുർക്കിയുടെ തലസ്ഥാനം അങ്കാറ, പക്ഷെ അതിന്റെ ഏറ്റവും വലിയ പ്രശസ്തമായ നഗരം ഇസ്തംബൂളാണ്. അതിന്റെ പഴയ പേരാണ് കോൺസ്റ്റാന്റിനോപ്പിൾ. ഇതുപോലെ UAE എന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ല, ദുബൈ അറിയുള്ളൂ. അബുദാബി പോലും അറിയത്തോലുണ്ടാവും. UAEയുടെ തലസ്ഥാനം അബുദാബിയാണ്, പക്ഷേ പ്രശസ്തി ആർക്കാ? ദുബൈക്കാ. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഡൽഹിയെക്കാളും കൂടുതൽ അറിയപ്പെട്ട ബോംബെ ആയിരിക്കും, പക്ഷെ തലസ്ഥാനം ഡൽഹിയാണല്ലോ. എന്ന പോലെ തുർക്കിയിൽ അങ്കാറയെക്കാളും പ്രശസ്തിയുള്ളത് ഇസ്തംബൂളിനാണ്, കോൺസ്റ്റാന്റിനോപ്പിള്. അവിടേക്ക് ധർമ്മസമരത്തിന് വേണ്ടി പോയ അബു അയ്യൂബ് അൽ അൻസ്വാരി തങ്ങൾ അവിടെ എത്തി ഷഹീദ, അവിടെ എത്തി മരണപ്പെടുകയായിരുന്നു. യുദ്ധത്തിൽ കൂടാൻ പറ്റിയിട്ടില്ല. ഇൻഫിറൂ സിഖാലൻ ഇൻഫിറൂ ഖിഫാഫൻ ഔ സിഖാലാ. അബു അയ്യൂബ് അൽ അൻസ്വാരി തങ്ങളെ ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ ദഅവത്തുമായി അന്നത്തെ ഒരു നാഷണൽ മിഷൻ എന്നല്ല ഇന്റർനാഷണൽ മിഷനിന് നേതൃത്വം കൊടുത്ത സ്വഹാബിയാണ് ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു. സ്പെയിനിലേക്ക്, യൂറോപ്പിലേക്ക് ഇസ്ലാം കടന്നു പോകാൻ കാരണമായതിൽ ഉഖബ റളിയല്ലാഹു അൻഹുവിന്റെ പങ്കുണ്ട്. കറാമത്തുണ്ടായ സ്വഹാബിയാണ് ഉഖബ തങ്ങൾ. ഇരിക്കട്ടെ, ആസിം എന്നവർ വന്ന് പറയുന്നു, ആസിം ഇബ്നു സുഫിയാൻ അൽ-തഖഫി മഹാനായ അബൂ അയ്യൂബ് തങ്ങളോട് വന്ന് പരാതി പറയുന്നു, ഫാതനൽ ഗസ്വുൽ ആം, ഈ വർഷത്തെ ഗസ്വത്തു ദാത്തുസ് സലാസിൽ നമുക്ക് നഷ്ടമായല്ലോ. وقد أخبرنا أنه من صلى في المساجد الأربعة غفر له. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. 4 പള്ളികളിൽ പോയി നിസ്കരിച്ചാൽ അള്ളാഹു തെറ്റുകൾ പുറത്തു തരുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഈ നഷ്ടമായതിന് പകരം ഞങ്ങൾ 4 മസ്ജിദുകളിൽ പോയി നിസ്കരിച്ചു വന്നോട്ടെ എന്ന് യുദ്ധത്തിന് പോയ സ്വഹാബിമാര് ചോദിക്കുകയാണ് അബു അയ്യൂബ് അൽ അൻസ്വാരി തങ്ങളോട്. തൊട്ടടുത്ത് ആരിയ്ക്കുന്നു? ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു. ഇവരൊക്കെ നിൽക്കുന്നത് മുആവിയ തങ്ങളുടെ സാന്നിധ്യത്തിലാണ്. അബൂ അയ്യൂബ് അൽ അൻസ്വാരി തങ്ങളോട് പറയുകയാണ്, 4 മസ്ജിദിൽ മൻ സ്വല്ലാ ഫിൽ മസാജിദിൽ അർബഅതി ഗുഫിറ ലഹ്. ഏതാണ് 4 പള്ളി? അൽ മസ്ജിദുൽ ഹറാം മക്കയിലെ, അൽ മസ്ജിദുൻ നബവി ഫിൽ മദീന, അൽ മസ്ജിദുൽ അഖ്സാ ഫിൽ ഖുദ്സ് ജെറുസലേമിലെ മസ്ജിദുൽ അഖ്സാ, പിന്നെ മസ്ജിദ് ഖുബാ ഫിൽ മദീന, മദീനയിലെ തന്നെ മസ്ജിദ് ഖുബാ. അത് വലിയ പ്രയാസമാണ്. കാരണം അവർക്ക് മദീനയിൽ നിന്നും മസ്ജിദുൽ അഖ്സയിലേക്ക് യാത്ര ചെയ്യണ്ടേ. 1000-1000 കിലോമീറ്റർ യാത്ര വരും മദീനയിൽ നിന്ന്. മിനിമം ഒരു 800 കിലോമീറ്റർ എങ്കിലും മിനിമം വരും. അത്രയും ദൂരത്തേക്ക് പോയിട്ട് അതിന് പ്രായശ്ചിത്തം ചെയ്യട്ടെയോ എന്ന് ഗസ്വത്തു ദാത്തുസ് സലാസിൽ പോയ സ്വഹാബിമാരെ നമ്മൾ എന്തിനായി ചരിത്രം പറയുന്നറിയോ? നഷ്ടപ്പെട്ടതിനെ വീണ്ടെടുക്കുക എന്നത് സ്വഹാബത്തിന്റെ ഒരു സുന്നത്താണ്, അവരുടെ ഒരു രീതിയാണത്. നഷ്ടപ്പെട്ടതിനെ വീണ്ടെടുക്കണം. നമുക്ക് ആ ഒരു ചിന്തയാൻ വരേണ്ട. റമദാന്റെ ഫദ്ലും ലൈലത്തുൽ ഖദറിന്റെ പോരിശൊക്കെ നമ്മൾ ഒരുപാട് കേട്ടതാണ്. നമുക്കിനി വീണ്ടെടുക്കാൻ സാധിക്കണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. ആ സമയത്താണ് അബൂ അയ്യൂബ് അൽ അൻസ്വാരി തങ്ങൾ പറയുന്നത്, അലാ അദുല്ലുക അലാ ഐസറ മിൻ ദാലിക്, ഈ 4 മസ്ജിദിൽ പോയി നിസ്കരിക്കുക എന്ന ത്യാഗമേറിയ കാര്യത്തെക്കാളൊക്കെ എളുപ്പമായത് ഞാൻ പറഞ്ഞു തരട്ടെയോ? ഇന്നി സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മൻ തവല്ലഅ കമാ ഉമിർ, അല്ലാഹ് പറഞ്ഞ പോലെ ഒരാൾ വുദു എടുത്താൽ, വസല്ലാ കമാ ഉമിർ, അല്ലാഹ് പറഞ്ഞ പോലെ നിസ്കരിച്ചാൽ, 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, കഴിഞ്ഞുപോയ ചെറുദോഷങ്ങളെല്ലാം അല്ലാഹു പുറത്തു തരുമെന്ന് അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് അബൂ അയ്യൂബ് അൽ അൻസ്വാരി തങ്ങൾ പറയുമ്പോൾ കൂടെ ഇരിക്കുന്ന ഉഖബത്ത് ഇബ്നു ആമിർ എന്നവരോട്, അകദാലിക യാ ഉഖബ, അങ്ങനെ തന്നെയല്ലേ ഉഖബ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഖാല നഅം, ആ ഹദീസിന് സാക്ഷിയായി ഉഖബ തങ്ങൾ പറഞ്ഞു, അങ്ങനെ തന്നെയാണ്. മൻ തവല്ലഅ കമാ ഉമിറ വസല്ലാ കമാ ഉമിർ. നമ്മൾ വിചാരിക്കുന്നത് വലിയ എളുപ്പമുള്ള കാര്യമാണ്. അല്ലാഹ് പറഞ്ഞ പോലെ വുളു എടുക്കുകയും അല്ലാഹ് പറഞ്ഞ പോലെ നിസ്കരിക്കുകയും ചെയ്താൽ, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, നിസ്കാരത്തിൽ ഭയഭക്തിയുള്ളവർക്ക് വിജയമുണ്ട്. നിസ്കരിക്കുന്നവർക്ക് വിജയമുണ്ട് എന്നല്ല അല്ലാഹു അവിടെ പറഞ്ഞത് അല്ലേ? അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അല്ലാഹുവിനെ മനസ്സുകൊണ്ട് ഭയപ്പെട്ട് നിസ്കരിക്കുന്നവർ. അങ്ങനെ നിസ്കരിക്കാൻ നമുക്ക് ഒരു നിസ്കാരം കിട്ടുന്നുണ്ടോ? 5 വക്തിൽ 1 കിട്ടുന്നുണ്ടോ? ആ തക്ബീർ മുതൽ തസ്ലീം അസ്സലാമു അലൈക്കും എന്ന സലാം വീട്ടുന്നത് വരേക്കും അള്ളാഹുവിനെ കുറിച്ച് മാത്രം ഓർത്തുകൊണ്ട് ഒരു നിസ്കാരം അങ്ങനെ കിട്ടിയിരുന്നു. കൈവക്കിയാട്ടെ. ഇന്നത്തെ 5 വക്ത് ഇപ്പൊ കഴിഞ്ഞ് ഇഷ കഴിഞ്ഞില്ലേ? അല്ലാഹു അക്ബർ മുതൽ തസ്ലീം സലാം വീട്ടുന്ന ഞാൻ അള്ളാഹിനെ കുറിച്ച് മാത്രമേ ഓർത്തിട്ടുള്ളൂ. ഒരു നിസ്കാരത്തെ ഒറ്റ ഒന്നിട്ടാ, 5-ലുണ്ടെങ്കിൽ കൈവക്കാം. ഒരു നിസ്കാരം മുഴുവൻ അങ്ങനെ നിസ്കരിച്ചു, ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് ഒന്ന് കൈവക്കിയാട്ടെ.
കൈവക്കിക്കോളൂ, അതൊരു എഴുജാബൊന്നുമില്ല. ഒരാളുണ്ട് മാഷാ അല്ലാഹ്, അള്ളാഹിനെ പറ്റി മാത്രമാണ് ഓർത്തത്. അല്ലാഹു അക്ബർ. രണ്ടാളുണ്ട്, ഫുൾ കോൺസെൻട്രേഷൻ, മാഷാ അല്ലാഹ്. രണ്ടുപേരുണ്ട്, അൽഹംദുലില്ലാ. ഇത് ഇൽമു കേൾക്കാൻ വരുന്ന മുഅ്മിനീങ്ങളോടാണ് നമ്മൾ ചോദിക്കുന്നത്. അല്ലാത്തവരോട് ചോദിച്ചാൽ ഉത്തരം ഉണ്ടോ? നിസ്കാരം തന്നെ ഉണ്ടോന്ന് അറിയില്ല. നിസ്കരിക്കുന്ന ആളുകളോട് 3 മിനിറ്റ് അള്ളാഹിനെ മാത്രം ഓർത്തിട്ടുണ്ടോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. രണ്ടാളാണ് ഉത്തരം. അള്ളാഹു നമുക്കൊക്കെ അതിന് തൗഫീഖ് നൽകട്ടെ. നമ്മളൊക്കെ തെറ്റുകാരാണ്. അതുകൊണ്ടാണ് നിസ്കാരം കഴിഞ്ഞാൽ ആദ്യം ചൊല്ലേണ്ട ദിക്ർ അസ്തഗ്ഫിറുല്ലാഹൽ അദീം 3 വട്ടമാണ്. എന്തതിനർത്ഥം? നിസ്കരിച്ച് തെറ്റായി പോയിന്നാണോ അള്ളാഹു പൂർക്കൊല്ലം ചോദിക്കുന്നത്? അല്ല. എന്തേ? അള്ളാഹുവേ, നീ പറഞ്ഞ പോലെ ഔ സ്വല്ലാ കമാ ഉമിർ, നീ പറഞ്ഞ പോലെ നിസ്കരിക്കാൻ എന്നെ കൊണ്ട് പറ്റിയില്ല റബ്ബേ. വലിയ ആവേശത്തിലൊക്കെ അള്ളാഹു കുറിച്ചിട്ട് കിട്ടിയതാ. അപ്പോഴേക്കും അതിൻ്റെ മംഗലാപുരത്തെത്തി, അല്ലെങ്കിൽ ബാംഗ്ലൂർക്ക് പോയി, അല്ലെങ്കിൽ ദുബൈക്ക് പോയി, പോയി പറ്റുന്നില്ല റബ്ബേ, പുറത്തു തരണേ പഠിച്ചവനെ. അതുകൊണ്ടാണ് അസ്തഗ്ഫിറുല്ലാഹൽ അദീം 3 വട്ടം നിസ്കാരം കഴിഞ്ഞാൽ പുറത്തു തരണേ റബ്ബേ, നീ പറയുന്ന പോലെ ആവുന്നില്ല. മൻ തവല്ലാ കമാ ഉമിറ വസല്ലാ കമാ ഉമിർ, അല്ലാഹ് പറഞ്ഞ പോലെ വുദു എടുക്കുകയും അല്ലാഹ് പറഞ്ഞ പോലെ നിസ്കരിക്കുകയും ചെയ്താൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, ചെയ്തു പോയ എല്ലാ ചെറുദോഷങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കും. അല്ലാഹു നമുക്ക് മാപ്പ് നൽകട്ടെ. ആ ഒരു ഹദീസ് കേൾക്കാൻ അവർക്ക് അവസരമുണ്ടായത് ദാത്തുസ്സലാസിലേക്ക് പോകാൻ കഴിയാതെ വന്ന ആസിം ഇബ്നു സുഫിയാൻ അസ്സഖഫി റളിയല്ലാഹു അൻഹു ആ ഒരു പരാതി മുആവിയ തങ്ങളുടെ മുമ്പിൽ അബൂ അയ്യൂബ് അൽ അൻസ്വാരി തങ്ങളോടും ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിനോടും പങ്കുവെച്ചപ്പോഴാണ് അബൂ മുസ്ലിം അൽ ഖൗലാനി റളിയല്ലാഹു തആല അൻഹു, സ്വഹാബി ആയിട്ടില്ല, താബിഈങ്ങളിൽ മഹാനാണ് അബൂ മുസ്ലിം അൽ ഖൗലാനി. അദ്ദേഹത്തിന്റെ ഒരുപാട് ചരിത്രങ്ങൾ നമ്മൾ പറയാറുണ്ട്. തീയിലേക്ക് രക്ഷപ്പെട്ട ആ മഹാൻ ഹബീബായ നബി തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട് യമനിൽ. അല്ലാഹുവിന്റെ ഹബീബിനെ കാണാൻ വേണ്ടി മദീനയിലേക്ക് വന്നതാണ്. റഹല ഇലൽ മദീന ലിയറാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ വേണ്ടി മദീനയിലേക്ക് യാത്ര തിരിച്ചു. ഫലമ്മാ വസ്ദഖലൽ മദീന, മദീനയിലേക്ക് എത്തിയപ്പോൾ ഇദ സ്വഹാബതു ഖദ് ഫറഗു മിൻ ദഫ്നിഹി, പുണ്യ നബി തങ്ങളെ മറവ് ചെയ്ത് ഖബർ മൂടിയിട്ട് സ്വഹാബിമാർ കർമ്മങ്ങൾ കഴിഞ്ഞ് മാറി നിൽക്കുകയാണ്. ഹബീബിന്റെ ഖബറാണ് കാണുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ മുസ്ലിം അൽ ഖൗലാനി തങ്ങൾക്ക് പുണ്യ നബി തങ്ങളെ കാണാൻ പറ്റിയില്ല. അവിടുത്തെ മജ്ലിസിൽ ഒരു സെക്കൻഡ് ഇരുന്നിരുന്നുവെങ്കിൽ അവർ സ്വഹാബിയായേനെ. അന്ന് ജീവിച്ചിരിപ്പുള്ള മഹാനാണ്. പക്ഷേ മിൻ കിബാരി താബിഈൻ, താബിഈങ്ങളിലെ മഹത്തുക്കളിൽ അറിയപ്പെടുന്ന ആളാണ് മഹാനായ അബൂ മുസ്ലിം അൽ ഖൗലാനി തങ്ങൾ. ആഗ്രഹം ഉണ്ടായിരുന്നു, വലിയ സങ്കടമായി ഹബീബിനെ കാണാതെ വന്നപ്പോൾ. അബൂ ദുഐബുൽ ഹുദലി പ്രശസ്തനായ കവിയാണ്. അല്ലാമ ഇബ്നു ഹജർ തങ്ങൾ ഇസ്വാബയിൽ ഇദ്ദേഹത്തിന്റെ ഒരു ചരിത്രം പറയുന്നുണ്ട്. അബൂ ദുഐബുൽ ഹുദലി പുണ്യ നബി തങ്ങളെ കാണാൻ വേണ്ടി മദീനയിലേക്ക് വരികയാണ്. ഖദിംതുൽ മദീന, ശരിക്ക് കേൾക്കണേ, മദീനയിലേക്ക് ഞാൻ വന്നപ്പോ വലി അഹ്ലിഹാ ളജീജുൻ ബിൽ ബുകാഇ കളജീജിൽ ഹജീജി ഇദാ അഹല്ലു ജമീഅ ബിൽ ഇഹ്റാം. മദീനക്കാർക്ക് മുഴുവനും ഒരു തേങ്ങിക്കരച്ചിലിന്റെ ശബ്ദം ഞാൻ കേൾക്കുകയാണ്. ഒരു കൂട്ടം, ഒരു വലിയൊരു ജനാവലി ഒരുമിച്ച് ഇഹ്റാം ചെയ്ത് ഉംറക്കോ ഹജ്ജിനോ ഇഹ്റാം ചെയ്തിട്ട് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് എന്ന് കൂട്ടമായി ഒരേ ശബ്ദത്തിൽ ആയിരക്കണക്കിന് ആളുകൾ ചൊല്ലുമ്പോൾ ആ ശബ്ദം എങ്ങനെയാണോ അതുപോലത്തെ ഒരു കൂട്ടക്കരച്ചിലിന്റെ ശബ്ദം മദീനയിൽ ഞാൻ കേൾക്കുകയാണ്. സ്വഹാബിമാർ മുഴുവനും തേങ്ങിക്കരയുകയാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് റഹല റസൂലുള്ളാഹ്. ഞാൻ ചോദിച്ചു, മൽ അംറു, എന്താണ് ഇവിടെ സംഭവിച്ചത്? അവർ പറഞ്ഞു, ഖുബില റസൂലുള്ളാഹ്, ഹബീബായ നബി തങ്ങളുടെ റൂഹ് പിടിക്കപ്പെട്ടു എന്നാണ് ഇതിന്റെ അർത്ഥം. ഹബീബായ നബി തങ്ങൾ യാത്രയായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബിമാർക്ക് കണ്ടുമതിയായിട്ടില്ല. 63 വയസ്സല്ലേ ആയിട്ടുള്ളൂ. വലിയ പ്രായമായി 80 90 100 കഴിഞ്ഞിട്ടല്ല ഹബീബ് വഫാത്താകുന്നത്. 63 വയസ്സ് അവരുടെ കൂട്ടത്തിൽ ഒരാളായി ജീവിച്ചു. എന്നാൽ അവർക്ക് മുഴുവൻ നേതാവായി ഹബീബായ നബി തങ്ങൾ വിരാജിച്ചു. ലോകത്തിന്റെ നേതാവായി, അള്ളാഹുവിന്റെ അഷ്റഫുൽ ഖൽഖായിട്ട്.
ആ ഹബീബിന്റെ കൂട്ടുകാരും കൂടെ പഠിച്ചവരുമാണ് യാ റസൂലല്ലാഹ് എന്ന് ഹബീബിനെ വിളിച്ചത് എന്നോർക്കണം. ഹബീബിന്റെ കൂടെ കൊച്ചുപ്രായത്തിൽ വളർന്ന ആളുകളാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്റെ കൂട്ടുകാരനെ എന്നല്ല നബിയെ വിളിക്കുക, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ. ഒരേ പ്രായക്കാരാണ്, എന്നാലും വിളിക്കുന്നത് യാ റസൂലല്ലാഹ്. ഒരു വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. ഹബീബിനെക്കാളും പ്രായമുണ്ട് വളർന്നവർ നബിയെ വിളിക്കുന്നത് യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ. 23 കൊല്ലം കൊണ്ട് ലോകത്തിന് മാറ്റത്തിന്റെ വിളംബരം നടത്തിയ ഹബീബ് 23 കൊല്ലം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 23 കൊല്ലം കൊണ്ട്, 23 വർഷം കൊണ്ട് എന്ത് സ്വാധീനം നമ്മുടെ മഹലിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്? 23 കൊല്ലം കൊണ്ട് ഒരു മദീനയല്ല, ഒരു മക്കയല്ല, അറേബ്യൻ ജസീറത്തുൽ അറബ് എന്ന ഉപഭൂഖണ്ഡമല്ല, ലോകത്തിന്റെ രാജ്യങ്ങളിൽ മുഴുവൻ ഇന്ന് ജീവിച്ചിരിപ്പുള്ള 1.8 ബില്യൺ മുസ്ലിമീങ്ങൾ അടക്കം ഹബീബായ നബി തങ്ങളുടെ ഒരു ഫോട്ടോ പോലും കാണാതെ ജീവന്റെ ജീവനായി സ്നേഹിക്കപ്പെടാൻ മാത്രം ഹബീബായ നബി തങ്ങൾ വളർന്നിട്ടുണ്ടെങ്കിൽ അത് ഹബീബായ നബി തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണെന്നതിന് ഇനി വേറെ എന്ത് തെളിവാണ് വേണ്ടത്? വേറെ എന്ത് തെളിവാ വേണ്ടത്? ഏത് മനുഷ്യനാണ് ഇങ്ങനെ ഒരു സ്ഥാനം കിട്ടുന്നത്? കോടാനുകോടി ആളുകൾ ഒരു ഫോട്ടോ പോലും കാണാതെയാണ് ഹബീബിനെ സ്നേഹിക്കുന്നത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുബില റസൂലുള്ളാഹ്. അബൂ ദുഐബുൽ ഹുദലി റളിയല്ലാഹു അൻഹു ഹബീബായ നബിയെ കാണാൻ വേണ്ടി വന്നതാണ്. പക്ഷേ ഹബീബ് വഫാത്തായിരിക്കുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മനുഷ്യന്, ഈ കവിക്ക് ഒരു അപകടമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കാലത്ത് നാട്ടിലൊരു പ്ലാഗ് രോഗം വന്നപ്പോഴേ 5 ആൺമക്കൾ ഒരുമിച്ച് മരിച്ചു. ഒരു ദിവസം 5 ആൺമക്കള്. അങ്ങനത്തെ ഒരു വാപ്പയാണിത്. അമിനൽ മനൂനി വരീബിഹാ തതവജ്ജഉ വദ്ദഹ്റു ലൈസ ബിമുഅ്തിബിൻ മൻ യജ്സഉ വതജല്ലദി ലിശ്ശാമിതീന ഉരീഹിമു അന്നി ലിറൈബിദ്ദഹ്രി ലാ അത്ളഅു وإذا المنية أنشبت أظفارها ألفيت كل تميمة لا تنفع والنفس راغبة إذا رغبتها وإذا ترد إلى قليل تقنع. മനോഹരമായ കവരികളാണിത്. 5 മക്കൾ മരിച്ചിട്ടേ അല്ലാഹു എന്റെ മക്കൾക്ക് മരണം വിധിച്ചാൽ ജീവൻ കൊടുക്കാൻ ഒരാളെ കൊണ്ടും കഴിയില്ല എന്ന ഖദറിൽ വിശ്വസിച്ച് പറഞ്ഞ വാക്കുകളാണിത്. 5 മക്കളെ നഷ്ടമായപ്പോൾ ചിരിച്ച ആളുകളുണ്ട് തന്റെ അയൽവാസികളിൽ, തന്റെ നാട്ടുകാരിൽ അസൂയക്കാരുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടല്ലോ അസൂയ. ഇന്നത്തെ ലോകത്തിന്റെ ഒരു പ്രത്യേകത അതാണ്. ഇതിന്റെ ഇടയിലൂടെ ഒക്കെ നല്ല മുഅ്മിനീങ്ങളായി ജീവിക്കാം. നിങ്ങൾക്ക് സുഖാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് തീരെ സുഖമില്ല എന്ന് പറഞ്ഞു കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ലോകമാണ്. ഒരു ഉദ്ദേശിക്കുന്ന മറുപടി അതാണ്, തീരെ സുഖമില്ല. റാഹത്താണോ? ഒരു റാഹത്തും എനിക്കില്ല എന്നാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ചോദിക്കുമ്പോൾ അങ്ങനെ ചോദിക്കാറ് സുഖം തന്നെയല്ലേ. പക്ഷെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന മറുപടി ഈജാബി അല്ല, സെൽബ കേൾക്കാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനത്തെ ഒരു ലോകമാണ്. എല്ലാവരും നല്ല ഇല്ലാമാ റഹിമ റബ്ബി, നല്ല മനുഷ്യന്മാർ ഒരുപാടുണ്ട്. പക്ഷെ ഒരുപാട് ആളുകൾ ഇങ്ങനെ ഒരു നെഗറ്റിവിറ്റിയുടെ അടിമകളായി മാറുന്ന ഒരു കാലമാണ്. ഒരു അപകടം വരുമ്പോൾ പൊട്ടിച്ചിരിക്കും. അതിനാണ് ഷമാത്തത്തുൽ അദാ എന്ന് പറയാ. ശത്രുക്കള് ആഘോഷിക്കും, സെലിബ്രേറ്റ് ചെയ്യും. അതിനൊരു ദുആന്റെ നബി തങ്ങൾ പഠിപ്പിച്ചത്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹദിൽ ബലാ വദറകിശ് ശഖാഇ വസൂഇൽ ഖളാഇ വശമാതത്തിൽ അദാ. അല്ലാഹുവേ, കടുത്ത പരീക്ഷണങ്ങൾ വന്നു പോകുന്നത്, ആ പരീക്ഷണങ്ങളിൽ ഞങ്ങൾ പെട്ടുപോകുമ്പോൾ ഞങ്ങളുടെ ശത്രുക്കള് അത് കണ്ട് ചിരിക്കുന്നത് അത് വരുത്തല്ലേ റബ്ബേ എന്നാണ് അതിനർത്ഥം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹദിൽ ബലാഇ വദറകിശ് ശഖാഇ വസൂഇൽ ഖളാഇ വശമാതത്തിൽ അദാ. മഹാനായ അബൂ ദുഐബുൽ ഹുദലിക്ക് ഒരു ആഗ്രഹം, ഹബീബിനെ കാണാൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാണാൻ പറ്റുന്നില്ല. സങ്കടം ജീവിതത്തിൽ പിന്നെ നഷ്ടപ്പെട്ടതിനെ കുറിച്ചുള്ള സങ്കടമാണ്. ഇമാം സമആനി റളിയല്ലാഹു അൻഹു ഹദീസിൽ മുഹദ്ദിസീങ്ങളിൽ ഒരു മനുഷ്യന്റെ കഥ പറയുന്നുണ്ട്. മഹാനായ അഹ്മദ് ഇബ്നു ഖലഫ് എന്ന് പറയുന്ന മശാഹീറുൽ മുഹദ്ദിസീൻ, ഹദീസ് പണ്ഡിതന്മാരിലെ വളരെ പ്രശസ്തനായ മഹാനാണ് ഇബ്നു ഖലഫ്, അഹ്മദ് ഇബ്നു ഖലഫ് റഹ്മത്തുള്ളാഹി അലൈഹി. അവരെ കാണാൻ വേണ്ടി ഞാൻ നൈസാബൂറിലേക്ക് ചെന്നു. നൈസാബൂർ എന്ന് പറഞ്ഞാല് ഇറാനിന്റെ മേൽഭാഗമാണ്. അതായത് ഖസാക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാനിന്റെ ഒക്കെ, അഫ്ഗാനിന്റെയും ഉസ്ബെക്കിസ്ഥാനിന്റെ ഒക്കെ ഭാഗങ്ങൾക്കാണ് ഈ നൈസാബൂർ എന്ന് പറയാം. ഞാൻ അവിടേക്ക് ചെന്നു.
അങ്ങനെ ഞാൻ നൈസാബൂരിൽ ഇങ്ങനെ അഹ്മദ് ഇബ്നു ഖലഫ് തങ്ങളുടെ വീട് അന്വേഷിച്ച് നടക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽ ഒരു ശിഷ്യനെ കണ്ടു. ഫഅഅതബനി, എന്നെ കുറെ ചീത്ത പറഞ്ഞു. ഇപ്പോഴാണോ നിങ്ങൾ വരാൻ കണ്ടതെന്ന് ചോദിച്ചു. ഇത്ര കാലം ഈ മഹാൻ ഇവിടെ ഉണ്ടായിട്ട് നിങ്ങൾ ഇപ്പോഴാണോ വരാൻ കണ്ടത്? പറഞ്ഞു തആൽ ഉത്ഇമുക അവല, നിങ്ങൾ കുറെ ദൂരത്തുനിന്ന് വരല്ലേ, ഷാമിന്ന് വരല്ലേ, ക്ഷീണുണ്ടാവും, ഞാൻ ഭക്ഷണം വാങ്ങിച്ചു തരാം. ഷെയ്ഖ് ഇബ്നു ഖലഫ് തങ്ങളെ കാണാൻ വന്നതാണല്ലേ, അപ്പൊ ആദ്യം ഭക്ഷണം കഴിച്ചിട്ട് കാണാൻ പോവാൻ നല്ലത് എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ഭക്ഷണം തന്നു. ഭക്ഷണം കഴിഞ്ഞിട്ട് ഇബ്നു ഖലഫ് തങ്ങൾ ഓതിക്കൊടുത്ത ഹദീസുകൾ എനിക്ക് കുറച്ച് ഓതി തന്നു. എന്നിട്ട് പറഞ്ഞു മാത ഇബ്നു ഖലഫ് എന്നവർ വഫാത്തായി വദഫന്നാ, മറവ് ചെയ്തു കഴിഞ്ഞു, ഇന്നലെ മിഞ്ഞാന്ന് മരിച്ചു മഹാനവറുകൾ. എന്നിട്ട് പറഞ്ഞു ഫകാദത് മറാറതി തൻഷഖു, എന്റെ മനസ്സിന്റെ വേദന കാരണം എന്റെ ഖൽബ് പൊട്ടിപ്പിളരാറായി. ലിഫവാതി ഷൈഖ്, നൈസാബൂർ വരെ ഞാൻ യാത്ര ചെയ്തത് ആ ഷൈഖിനെ കാണാനാണ്. ചിലരൊക്കെ പറയുമായിരുന്നു ഇപ്പോ അത്തിപ്പറ്റ ഉസ്താദിനൊക്കെ ജീവിതത്തിൽ നേരിട്ട് കാണണമെന്നൊക്കെ ആഗ്രഹിച്ചു. അവസാന കാലത്ത് മഹാനവറുകളെ കുറിച്ചൊക്കെ അറിഞ്ഞത് അപ്പോഴേക്കും വഫാത്തായി പോയല്ലോ, കാണാൻ പറ്റിയില്ലല്ലോ. തൗഫീഖാണ്. ചില ആളുകൾക്ക് പറ്റും, ജീവിച്ചിരിപ്പുണ്ടായിട്ട് നമുക്ക് വാഹനം ഉണ്ടായിട്ട് പോകാൻ യാത്ര ചെയ്യാൻ അവസരം ഉണ്ടായിട്ട് പറ്റാതിരുന്നാൽ അതൊരു നഷ്ടമാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ, അള്ളാഹുവിന്റെ സാദാത്യങ്ങൾ, സ്വാലിഹീങ്ങളായ ആളുകൾ ഇതൊക്കെ മരിച്ചു കഴിഞ്ഞ ശേഷം നമ്മൾ അറിയാം. ജീവിച്ചിരിക്കുമ്പോൾ അവരറിയാൻ കഴിയണം, സാധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മഹാനായ സയ്യിദ് കുഞ്ഞിക്കോയ തങ്ങളടക്കമുള്ള സാദാത്യങ്ങൾ ജീവിതത്തിലൊക്കെ പോയി കാണാം. വലിയ വലിയ പ്രായമുള്ള നമ്മുടെ ഉസ്താദുമാരുണ്ട്. നമ്മുടെ ഏലംകുളം ബാപ്പു മുസ്ലിയാർ ജീവിച്ചിരിക്കുന്ന മഹാനാണ്, പോയിട്ട് കാണാം. ഒരുപാട് ഷൈഖന്മാർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. പിന്നെ കാലം കഴിഞ്ഞു പോയിട്ട് പറ്റിയില്ലല്ലോ പടച്ചോനെ എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്നതിനേക്കാളൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് പോയി കാണാം. അവരുമായി ആത്മീയ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഖതീബുൽ ബഗ്ദാദി റഹ്മഹുല്ലാഹ് അവരുടെ കിതാബുർ റിഹ്ല ഒരുപാട് സംഭവ ചരിത്രങ്ങൾ പറഞ്ഞ സംഭവമാണ്. ഷെയ്ഖന്മാർ യാത്ര ചെയ്ത ഹദീസ് തേടി യാത്ര ചെയ്ത കഥകളാണ് കിതാബുർ റിഹ്ല. അങ്ങനെ ഷെയ്ഖിനെ കാണാൻ കഴിയാതെ സങ്കടപ്പെട്ട ഒരുപാട് ആളുകളുടെ കഥ. അബ്ദുല്ലാഹി ഇബ്നു ദാവൂദുൽ ഖുറൈബി എന്ന് പറയുന്ന ഹദീസ് പണ്ഡിതൻ, അവര് ബസ്റയിലേക്ക് വന്ന കഥ പറയുന്നുണ്ട്. ഞാൻ ബസ്റയിലേക്ക് വന്നത് അബ്ദുല്ലാഹി ഇബ്നു ഔൻ റളിയല്ലാഹു അൻഹുവിനെ കാണാനാണ്. അങ്ങനെ ഞാൻ ബസ്റയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, അവിടുത്തെ പാലം കടന്നു ചെല്ലുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഔൻ റളിയല്ലാഹു അൻഹു വഫാത്തായി എന്ന മരണവാർത്തയാണ് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത്. അതിൽ ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട്. പറയുന്നത് ഹദീസ് പണ്ഡിതനായ അബ്ദുല്ലാഹി ഇബ്നു ദാവൂദുൽ ഖുറൈബി റഹ്മത്തുള്ളാഹി അലൈഹി. അന്ന് മജ്ലിസുൽ ഇൽമുകൾ, ഇപ്പോൾ ഇൽമിന്റെ മജ്ലിസ് ഓൺലൈനിൽ കേൾക്കാൻ പറ്റും, പക്ഷേ ഓഫ്ലൈൻ ഒരു മജ്ലിസിൽ വന്ന് ഇരുന്ന് കേൾക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു പുണ്യമുള്ള കാര്യമാണ്. ആ ഒരു ബറക്കത്തും. ഇപ്പോൾ ഇവിടെ ഉസ്താദ്മാർ ഇരിക്കുന്നുണ്ട്, നമ്മൾ വേറെ പറയുന്ന വിഷയം അവർക്കൊന്നും അറിയാത്തതുകൊണ്ട് ഇതുവരെ കേട്ടതും പഠിപ്പിച്ചു കൊടുക്കണമായിരിക്കും. പക്ഷേ ഒരു മജ്ലിസുൽ ഇൽമിന്റെ ബറക്കത്തിന് അവരൊക്കെ വന്നിരിക്കുന്നത്, ഉസ്താദ്മാരാണ്, ചാലിമീങ്ങളാണെങ്കിലും അവരിരിക്കുന്നത് പുതിയത് പഠിക്കാനല്ല, അവർ പഠിച്ചത് ഒന്നുകിൽ ഓർക്കാൻ, അല്ലെങ്കിൽ ആ ഒരു മജ്ലിസിന്റെ പുണ്യം കിട്ടാൻ. മജ്ലിസുൽ ഇൽമിന്റെ ഒരു പ്രത്യേകത അതാണ്. ഒരു മുതഅല്ലിമോ എന്ന വേള പറയുകയാണെങ്കിലും വലിയ ഉസ്താദന്മാർ അവിടെ വന്നിരിക്കും, അവർ പഠിപ്പിച്ചു വിട്ട ആളായിരിക്കും ഇപ്പൊ ഈ പറയുന്നുണ്ടാവുക. പക്ഷേ മജ്ലിസിനൊരു കൂലിയുണ്ട്. ആ കൂലി ഓൺലൈനിൽ ഇരുന്നാൽ കിട്ടൂല. നമുക്ക് ഇതിന്റെ പരിസരങ്ങളിലാണ്, ഇപ്പൊ ഉള്ളാളിന്റെ മംഗലാപുരത്തിന്റെ കാസർഗോഡിന്റെ പരിസരങ്ങളിലുണ്ട്. ഈ മജ്ലിസിലേക്ക് എത്താൻ കഴിയും, വരണം. അതൊരു തൗഫീഖാണ്. അതിനെ കുറിച്ച് പ്രയാസം ഉണ്ടായിരിക്കും യാത്ര ചെയ്യാന്ന് പറയും. നമുക്കൊക്കെ പ്രയാസമാണ്. നമ്മളൊക്കെ ആ ഒരു പ്രയാസം അള്ളാഹുവിന് വേണ്ടി സഹിക്കാം, റബ്ബിന് വേണ്ടി. അള്ളാഹു അങ്ങനെ തന്നെ സ്വീകരിക്കട്ടെ, ആമീൻ. വണ്ടി വേണം, യാത്ര ചെയ്യണം, ഉറക്കൊഴിക്കണം. അപ്പൊ നിങ്ങൾ ഉറക്കൊഴിക്കുന്നു, ഞാൻ ഉറക്കൊഴിക്കുന്നു, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് പ്രയാസങ്ങളാണ്. പക്ഷെ അതൊക്കെ റബ്ബ് തആലക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. അള്ളാഹു അങ്ങനെ ആയി നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ, അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ. അതുകൊണ്ട് മജ്ലിസുൽ ഇൽമ്, മഹാന്മാരൊക്കെ അന്നേ ഒരു ഇൽമിന്റെ മജ്ലിസിൽ വന്നാൽ നേരം വൈകി വരുന്നവർക്ക് പറഞ്ഞു കൊടുക്കൂലാണ്. നേരം വൈകി വരുന്ന ആരെങ്കിലും വന്നാൽ അവർക്ക് പറഞ്ഞു കൊടുക്കാതെ തിരിച്ചുവിടാറുണ്ട്. അങ്ങനത്തെ കണിഷ്ഠതയുള്ള ചില ഹദീസ് പണ്ഡിതന്മാരുണ്ട്. അപ്പോ എന്തിനാ വെച്ചാല് ഒരു സമയത്തിന്റെ പ്രത്യേകത, ഇന്ന സമയത്ത് ദർസ് തുടങ്ങും. അപ്പൊ ഉസ്താദ് ദർസ് തുടങ്ങിയിരിക്കും, നേരം വൈകി വന്നാ പിന്നെ കിട്ടൂല. പിന്നെ ആ ദർസ് മടക്കി പറഞ്ഞു കൊടുക്കൂല. ഇന്നത്തെ പോലെ റെക്കോർഡിംഗ് ഒന്നും ഉണ്ടാവില്ലല്ലോ. അത് എന്തിനാന്ന് വെച്ചാൽ മുതഅല്ലിമീങ്ങൾ ഓൺ ടൈം വരണം, പങ്ക്ച്വൽ ആവണം എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണത്. അതിൽപ്പെട്ട ഒരു അനുഭവമാണ് ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അടുത്തേക്ക് ഒരാൾ വരികയാണ്. യാ അബാ മുഹമ്മദ്, ഞാൻ അപ്പം വന്നപ്പോഴേക്കും ദർസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു അര ദിർഹം
ഒരു കഴുതക്ക് ടാക്സി കൊടുത്തിട്ടാണ് ഞാൻ ഇവിടെ വന്നത് എന്ന് പറഞ്ഞു ഒരു കഴുതപ്പുറത്ത് ഇങ്ങോട്ട് എത്താൻ. മംഗലാപുരത്തെത്തി ഉള്ളാൾക്ക് എത്തണമെങ്കിൽ ഒരു വാഹനം വേണം സങ്കല്പിക്കുക, പണ്ടത്തെ കാലാണ്. അപ്പൊ വല്ല കാളവണ്ടിയിലോ കഴുതപ്പുറത്തോ കുതിരപ്പുറത്തോ ഏത് കിട്ടുന്ന വാഹനം, 1/2 ദിർഹം ഞാൻ ടാക്സി വാടക കൊടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അമശ് എന്നവരെ ഒരു ഹദീസ് കഥാ വകഥ ഇന്നാലിന്ന ഹദീസുകൾ ചോദിച്ച് പഠിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോഴും ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. മഹാൻ പറഞ്ഞു അടുത്തൊരു 1/2 ദിർഹം എടുത്തിട്ട് തിരിച്ചു പോയിക്കോ എന്ന് പറഞ്ഞു. പിന്നെ അടുത്ത വണ്ടിക്ക് കയറി പോയിക്കോളൂ, ക്ലാസ് കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞു. ഇമാം അമശ് എന്നവര് എന്തിനാന്ന് വെച്ചാല് പങ്ക്ച്വൽ, അവരൊക്കെ സമയം, അവർക്കൊന്നും വേറെ സമയമില്ല. ദർസിനു സമയം, പിന്നെ ഇബാദത്തിന്റെ സമയം, മുദാക്കറയുടെ സമയം, പിന്നെ അവരുടെ തഫക്കുറിന്റെ സമയം, പിന്നെ അവർ അള്ളാഹുമായുള്ള മുനാജാത്തിന്റെ സമയം. അതിനൊന്നും ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റൂല. ആ സമയത്ത് എത്തണം. അപ്പൊ പറഞ്ഞു കൊടുക്കും. ഇബ്നു ഉയൈന റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കഥ പറയുന്നുണ്ട്. യഹ്യ ഇബ്നു മഈൻ തങ്ങൾ, അവർ രണ്ടുപേരും അനുഭവിച്ചുള്ള ഒരുപാട് ചരിത്രങ്ങളുണ്ട് കിതാബുകളിൽ. ഒരാൾ വന്നു, ഒരു ഹദീസിൽ ദർസ് നടക്കുകയാണ്. മഹാനായ ഇബ്നു ഉയൈന റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ദർസാണ്. അപ്പൊ ഹദീസ് പഠിപ്പിക്കുമ്പോൾ സനദ് ഒരു വലിയ വിഷയമാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഹദീസ് പഠിപ്പിക്കുമ്പോൾ ഉസ്താദുമാർ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഹദീസിന്റെ മത്തിനോളം പ്രാധാന്യമുള്ള വിഷയമാണ് അതിന്റെ സനദ്. സനദിലെ റാവിമാരെ സംബന്ധിച്ചുള്ള അവരുടെ തർജ്ജമകൾ, അവരുടെ ബയോഗ്രഫി, തർജ്ജമ എന്ന് പറഞ്ഞാൽ അവരുടെ ജീവചരിത്രം, ഇത് വലിയൊരു ഇൽമാണ്. അതിനാണ് ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങളെ പോലെയുള്ള ഹിഫാദുമാർ വലിയ വലിയ കിതാബുകൾ രചിച്ചത്. റാവിമാരുടെ ചരിത്രം മാത്രം പഠിക്കാൻ ഇമാം ദഹബി ചെയ്തത് അതാണ്. ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങളുടെ, ഇവരൊക്കെ ഇതിലെ പ്രാമാണികരാണ്, വലിയ വലിയ മഹത്തുക്കളാണ്. അബൂ നഈം അൽ അസ്ഫഹാനി തങ്ങളുടെ, ഇവരൊക്കെ റാവിമാരുടെ ചരിത്രങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടാണ് 100 കണക്കിന് പേജുകൾ കിതാബുകൾ എഴുതിയത്. അപ്പൊ സനദിന്റെ ചർച്ച കഴിഞ്ഞപ്പോഴാണ് മഹാനായ ഇബ്നു ഉയൈന തങ്ങളുടെ സദസ്സിലേക്ക് ഒരാൾ വന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഉസ്താദിനോട്, അംലി അലയ്യ ഇസ്നാദ ഫഖദ് ഫാതനിൽ ഇസ്നാദ്, സനദ് ഞാൻ കേട്ടിട്ടുള്ള ശൈഖ് അവറുകളെ അതൊന്നും കൂടെ പറഞ്ഞിരുന്നു പറഞ്ഞു. മഹാൻ അവറുകൾ പറഞ്ഞു, ഖദ് ബലഗത്ക ഹിക്മതുഹു വലജ്മതുക ഹുജ്ജതുഹു. മത്തിന് മനസ്സിലായല്ലോ, ഇൽമ മനസ്സിലായല്ലോ, ഹദീസ് പഠിച്ചില്ലേ, അത് കേട്ടല്ലോ, അത് മതി, അത് നീ മുറുകെ പിടിക്ക്. സനദ് പറഞ്ഞു തരാൻ സമയമല്ല, സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞു. മഹാനായ ഇബ്നു ഉയൈന തങ്ങൾ മറക്കി അയച്ചിട്ടുണ്ട്. യസീദ് ഇബ്നു ഹാറൂൻ മജ്ലിസ് കഴിഞ്ഞിട്ട് ഒരാൾ വന്നാൽ പറയും, മിന്ദീൽ എന്ന് പറഞ്ഞാൽ നാപ്കിൻ, കൈ തുടക്കാനുള്ള സാധനം, ആൾക്ക് മിന്തിയിൽ കൊടുത്തേക്കെന്ന് പറയും. നേരം വൈകി വന്നാൽ അതിനർത്ഥം എന്താ, ഞങ്ങൾ ഭക്ഷണം കഴിച്ചു വന്ന് കൈ കഴുകുകയാണ് എന്ന് പറഞ്ഞ, ഭക്ഷണം കഴിച്ചു എന്നല്ല, ഹദീസിന്റെ ദർസ് എന്ന് പറഞ്ഞ ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട് എന്ന് കൈ തുടച്ചേക്ക് എന്ന് പറഞ്ഞ് മിന്തിയിൽ കൊടുത്തേക്കിൻ എന്ന് പറയാറുണ്ടായിരുന്നു ഹാറൂൻ ഇബ്നു യസീദ് റഹ്മത്തുള്ളാഹി തആല, യസീദ് ഇബ്നു ഹാറൂൻ റഹ്മത്തുള്ളാഹി തആല അലൈഹി. യാ അല്ലാഹ്, എന്നിട്ട് അവർ പറയും, അതിൽ പിന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയിൽ വരുന്ന ഒരു പേരക്കുട്ടി യസീദ് ഇബ്നു ഹാറൂൻ തങ്ങളുടെ ദർസിലേക്ക് വന്ന് നേരം വൈകിട്ട്. അപ്പോ ആ ഹദീസ് ഒന്നും കൂടെ പറഞ്ഞു എന്ന് ചോദിച്ചപ്പോ മഹാൻ പറഞ്ഞിട്ടുണ്ട്, യാ അബാ ഫുലാൻ അമാ അലിംത അന്ന മൻ ഗാബ ഖാബ് വഅകല നസീബഹു അൽ അസ്ഹാബ്. നിങ്ങൾക്ക് അറിയില്ലേ നേരം വൈകി വന്നാൽ നഷ്ടമാവുമെന്ന്, നിങ്ങളുടെ ഓഹരി മറ്റുള്ളവർ തിന്നു കഴിഞ്ഞു പോയല്ലോ എന്ന് പറഞ്ഞു. ഇതൊക്കെ പറയുന്നത് റമദാൻ എന്നൊരു വലിയൊരു സമയത്തെ നമ്മൾ കാത്തിരിക്കുമ്പോൾ ഇതിന് തിരിച്ചു കിട്ടൂല. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ജീവിതത്തിൽ ഇത് ലാസ്റ്റ് ബസ്സായിരിക്കും. റമദാൻ ഒരു അവസാനത്തെ റമദാൻ ആയിരിക്കും. അല്ലാഹു നമുക്ക് ഈ റമദാൻ പൂർണ്ണമായും ഉപയോഗപ്പെടുത്താൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹബീബായ നബി തങ്ങളോട് സ്വഹാബിമാർ അതുകൊണ്ടാണ് ചോദിച്ചത്, അഫ്ളലുൽ അമാൽ എന്താണ് നബിയേ, എന്താണ് ശ്രേഷ്ഠമായ അമല്? قال عبد الله بن مسعود رضي الله عنه, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് എന്നവർ പറയാണ്, സഅൽതു റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനോട് ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹി അയ്യുൽ അമലി അഫ്ളൽ, അമലുകളിൽ ഏത് അമലാണ് ഏറ്റവും ശ്രേഷ്ഠമായത്? ഖാല സ്വലാത്തു അലാ മീഖാതിഹാ, നിസ്കാരം അതിന്റെ കൃത്യമായ സമയത്ത് നടത്തലാണ്. ആ ചോദ്യത്തിന്റെ ഭംഗി നോക്കി, ഏതാണ് ശ്രേഷ്ഠമായത് ഞങ്ങൾ ചെയ്യട്ടെ. നമ്മളിപ്പോ എന്താ ചോദിക്കാന്നറിയോ? ഇന്നൊരു ചോദ്യമുണ്ട്, ഉസ്താദെ ഫർളാണോ വാജിബാണോ അല്ല സുന്നത്താണോ? ആ സുന്നത്താ, എന്നാ പിന്നെ ഒഴിവാക്കാം. സുന്നത്താന്ന് പറഞ്ഞു കിട്ടിയാൽ മതി, ഒഴിവാക്കാൻ. അങ്ങനെ ഒഴിവാക്കി ചെത്തിക്കളഞ്ഞ് അവസാനം പിന്നെ ഒന്നും ഉണ്ടാവില്ല. സുന്നത്ത് ഒഴിവാക്കാനുള്ളതാണെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അങ്ങനെയല്ല മുഅ്മിനെ, സുന്നത്ത് എടുക്കാനുള്ളതാണ്. അതല്ലേ പുണ്യ ഹബീബിന്റെ ചര്യ സല്ലല്ലാഹു അലൈഹി വസല്ലം. അയ്യുൽ അമലി അഫ്ളലു, ഏത് അമലാണ് ശ്രേഷ്ഠം എന്ന് ചോദിച്ചപ്പോൾ അസ്സലാത്തു അലാ മീഖാതിഹാ, നിസ്കാരം അതിന്റെ കൃത്യമായ സമയത്ത് നടത്തലാണ്. സുമ്മ അയ്യു, പിന്നെന്താണ്? ബിർറുൽ വാലിദൈൻ, നിങ്ങളുടെ സ്വന്തം ഉമ്മാക്കും ഉപ്പാക്കും നിങ്ങൾ ഗുണം ചെയ്യലാണ്, അവർ പറയുന്നത് അനുസരിക്കലാണ്, അവർക്ക് ഖിദ്മത്ത് ചെയ്യലാണ്. പിന്നെന്താ നബിയേ? അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ത്യാഗം ചെയ്യലാണ്. ഫസകത റസൂലുള്ളാഹ്, പിന്നെ നബി തങ്ങൾ ഒന്നും പറഞ്ഞില്ല.
അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ പറയട്ടെ, ഞാനെങ്ങാനും ഏറെ നബിയോട് ചോദിച്ചിരുന്നുവെങ്കിൽ ലസാദനി, നബി തങ്ങൾ എനിക്ക് ഏറെ വീണ്ടും പറഞ്ഞു തരുമായിരുന്നു. മൂന്നോട്ടം ചോദിച്ചു, ഞാൻ 4 5 ചോദിച്ചാൽ തങ്ങൾ പറഞ്ഞു തരുമായിരുന്നു, പക്ഷെ ഞാൻ ചോദിച്ചില്ല. ഹദീസ് ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുക. സ്വഹാബിമാർ അയ്യുൽ അമാലി അഫ്ളലു, ഏതാണ് ശ്രേഷ്ഠമായ അമല്? ഇതൊക്കെ നമ്മുടെ ചിന്തകളിൽ വരണം. റമളാനിൽ ഏതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത്? നബി തങ്ങൾ ജവാദാൻ, തങ്ങൾ ഏറ്റവും നല്ല ദാനധർമ്മിഷ്ഠരായിരുന്നു റമളാനിൽ. വകാന അജ്വദ മാ യകൂൻ ഹീന യൽഖാഹു ജിബ്രീൽ യുദാരിസുൽ ഖുർആൻ, ഖുർആൻ ഓതി കൊടുക്കാൻ വേണ്ടി, അത് ദൗറ ചെയ്യാൻ വേണ്ടി ജിബ്രീൽ അലൈഹിസ്സലാം ഹബീബിന്റെ അരികത്തേക്ക് വരുമായിരുന്നു റമളാനിൽ. റമളാനിൽ അല്ലാഹുവിന്റെ ഹബീബ് അടിച്ച് ദാനം ചെയ്യും. കിട്ടിയത് മുഴുവൻ, കയ്യിൽ കിട്ടുന്ന മുഴുവൻ കൊടുക്കും. കൊടുത്ത് വീട്ടിലൊന്നുമില്ലാത്ത അവസ്ഥ വരും. കരീഹിൽ മുർസല, അടിച്ചു വീശുന്ന കാറ്റ് പോലെ എല്ലാവർക്കും കിട്ടും. കാറ്റടിക്കുമ്പോൾ എല്ലാവരുടെ ദേഹത്തും തട്ടൂലേ? എല്ലാവർക്കും നബി തങ്ങൾ കൊടുത്തിരിക്കും. തങ്ങൾക്ക് ആരൊക്കെ ഹദിയ കൊടുക്കുന്നുണ്ടോ അത് തിരിച്ചു കൊടുക്കും. അങ്ങനെ നബി തങ്ങൾ കരീഹിൽ മുർസല, ദാനം റമളാനിൽ അങ്ങനെയാ. അതുകൊണ്ട് എല്ലാവരും അവനവന്റെ ഓഹരിയിൽ നിന്ന്, ശമ്പളത്തിൽ നിന്ന്, നമ്മൾക്ക് ഒരുപാട് ഉണ്ടായിട്ടൊന്നും ആവണമെന്നില്ല, ഉള്ളതിൽ നിന്ന് കൊടുക്കാൻ മസ്തതഅതും, നമ്മൾ കഴിവിന്റെ പരമാവധി എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. നമ്മളെ കൊണ്ട് പറ്റുന്നതേ അള്ളാഹു നമ്മളോട് ചോദിക്കും. റമളാനിന് വേണ്ടി മാറ്റിവെക്കുക. റമളാനിലെ ഒരു ഹദിയയ്ക്ക് വേണ്ടി നമ്മുടെ നാഷണൽ മിഷൻ നിങ്ങളുടെ ഓർമ്മയിൽ വരെ, നമ്മുടെ ദീനി സ്ഥാപനങ്ങൾ, നമ്മുടെ സംഘടനകൾ ഒക്കെ നിങ്ങളുടെ ഓർമ്മയിൽ വരണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അബൂ ഹുറൈറ തങ്ങൾ പറയുന്നു, അല്ലാഹുവിന്റെ ഹബീബിനോട് ഒരാൾ വന്ന് ചോദിച്ചു, അയ്യുൽ അമലി അഫ്ളലു, ഏതാണ് നബിയെ അഫ്ളലായ അമല്? ഖാല ഈമാനും ബില്ലാഹി വറസൂലിഹി, അല്ലാഹുവിലും റസൂലിലും ഈമാൻ കൈകൊള്ളലാണ്. ثم ماذا؟ الجهاد في سبيل الله. ثم ماذا؟ حج مبرور. ഹബീബിനോട് ചോദിക്കുകയാണ്. പ്രതിഫലം കൂടുതൽ കിട്ടാൻ പറ്റുന്ന കാര്യങ്ങളാണ് നബിയോട് അവർ ചോദിക്കുന്നത്. അബൂ മൂസ അശ്അരി തങ്ങൾ പറയുന്നു, ഖാലൂ യാ റസൂലല്ലാഹ് അയ്യുൽ ഇസ്ലാമി അഫ്ളലു. ഇത് ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. അയ്യുൽ ഇസ്ലാമി അഫ്ളലു, ഇസ്ലാമിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഇസ്ലാം ഏതാണ്? ഏറ്റവും ശ്രേഷ്ഠമായ ഇസ്ലാം ഏതാണ്? വല്ലാത്തൊരു ചോദ്യമാണ് അതല്ലേ. ഇസ്ലാം ഏറ്റവും ശ്രേഷ്ഠമായ ഇസ്ലാം ഏതാ? ഇസ്ലാമിന് അതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് എന്നാണ് അവിടെ ഉദ്ദേശം. എന്താണ് ഹബീബിന്റെ മറുപടി? മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, നിങ്ങളുടെ നാവിൽ നിന്നും നിങ്ങളുടെ കയ്യിൽ നിന്നും മുസ്ലിമീങ്ങൾക്ക് രക്ഷ കിട്ടണം. യാ അല്ലാഹ്, ചെവി തുറന്ന് കേൾക്കണേ. ഈ വേണ്ടാത്ത ഫിത്നയും ഫസാദും ഫേസ്ബുക്കിൽ എഴുതിവിടുന്ന മുഴുവൻ മഹാന്മാരും കേൾക്കണം. മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദി, നിങ്ങളുടെ എഴുത്തിൽ നിന്നും, നിങ്ങളുടെ നാവ്, ഇപ്പൊ നാവിന് പകരം എഴുത്താണ്, നിങ്ങളുടെ വാക്കുകളിൽ നിന്ന്, നിങ്ങളുടെ പ്രവൃത്തിയിൽ നിന്ന് മുസ്ലിമീങ്ങൾക്ക്, ആരെ മുസ്ലിം എന്ന് പറഞ്ഞാൽ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ഉമ്മത്തുൽ ഇജാബ, അവർക്ക് രക്ഷ വേണം. നിങ്ങൾ നസ്വീഹത്ത് ചെയ്യണം, സാരോപദേശം ചെയ്യണം, പക്ഷെ ആരുടെയും ദേഹത്ത് വേദനിപ്പിച്ചുകൊണ്ടാവരുത്. അതുകൊണ്ട് മുസ്ലിമീങ്ങളുടെ നാവിൽ നിന്ന്, അവരുടെ കൈ എന്ന് പറഞ്ഞ ശക്തി, അവരുടെ കായബലം, അവരുടെ സ്വാധീനം, അവരുടെ കരുത്ത്, ഇതിൽ നിന്ന് മുസ്ലിമീങ്ങൾക്ക് രക്ഷ വേണം. ഒരു മനുഷ്യനെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് കണ്ടാൽ ഫോൺ ചെയ്താൽ റെക്കോർഡ് ചെയ്യോ? പേടിയാ. സംസാരിക്കുമ്പോൾ റെക്കോർഡ് ചെയ്യാമെന്നതാണോ? ചോദിക്കുന്ന ചോദ്യം ഇതിന് വല്ല ഫിത്നയും ഉദ്ദേശം ഉണ്ടായിരിക്കോ? ഇങ്ങനെ ഒരാളെ നിങ്ങൾ സസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ മുസ്ലിം അല്ല എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്ക് അയാളെ വിശ്വസിക്കാൻ പറ്റൂല? വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അയാൾ മുസ്ലിം അല്ല. പിന്നെ ഇവരൊക്കെ എന്തിനാ ഇസ്ലാമിന്റെ പേരിൽ എഴുതുന്നത്? അവരെന്തിനാ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പേരിൽ എഴുതുന്നത്? ആദ്യം ഇസ്ലാമിലേക്ക് കടന്നു വരും, മുസ്ലിം ആവട്ടെ, എന്നിട്ട് മതി സമസ്തയൊക്കെ. മുസ്ലിമായവർക്കാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, ആദ്യം ഈ ഒരൊറ്റ ഹദീസ് ജീവിതത്തിലേക്ക് പകർത്തിയെടുക്കണം. മിഗ്ലാഖുൽ ലിൽ ഖൈർ, സർവ്വ നന്മകളെയും പൂട്ടിവെക്കുകയും സർവ്വ തിന്മകളെയും തുറന്നു വിടുകയും ചെയ്യുന്ന എഴുത്തുകളും ചിന്തകളും. ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ ഫിത്നയാണ് ഇപ്പൊ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധം നൽകട്ടെ, അല്ലാഹു തആല ബോധം നൽകട്ടെ, അല്ലാഹു തആല ബോധം നൽകട്ടെ. മൻ സലി അയ്യുൽ ഇസ്ലാം, ഇസ്ലാമിൽ എന്താണ് ഏറ്റവും വലിയ ഖൈർ? മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. വേറെയും റിവായത്തുണ്ട്, അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി. ഇതല്ല അയ്യുൽ ഇസ്ലാമി ഖൈർ. ഖാല മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ഹബീബായ നബി തങ്ങളോട് വീണ്ടും ചോദിച്ചു, അയ്യുസ് സ്വലാത്തി അഫ്ളൽ, നിസ്കാരത്തിൽ ഏറ്റവും നല്ല നിസ്കാരം ഏതാണ് നബിയെ? ഖാല തൂലുൽ ഖുനൂത്ത്, ദീർഘമായി അല്ലാഹുവിനെ ഭയപ്പെട്ട് നിന്ന് നിസ്കരിക്കുന്ന ദീർഘമായ നൃത്തമുള്ള നിസ്കാരം. വേഗം കുത്തിമറിയരുത്, കുത്തിമറിയരുത്. യാ അല്ലാഹ്, യൻഖുറു നഖറതൈൻ, കോഴി കൊത്തുന്ന പോലെ കുത്തിമറിയരുത്.
തൂലുൽ ഖുനൂത്ത് എന്ന് പറഞ്ഞാൽ തൂലുൽ ഖുശൂ', നല്ലവണ്ണം അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ദീർഘമായി നിങ്ങൾ നിന്ന് നിസ്കരിക്കുന്ന നിസ്കാരം, അതാണ് നിസ്കാരങ്ങളിൽ ഏറ്റവും ഖൈർ. 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കുമ്പോഴും സാധിക്കുമെങ്കിൽ ഒരല്പം സൂറത്തെ കുറിച്ച് കൂടുതൽ ഓതിയിട്ട് തന്നെ നമുക്ക് 20 റക്അത്ത് നിസ്കരിക്കാം. മറ്റെന്താ പറയുന്നറിയോ, 20 വട്ടം തീരുന്നുണ്ട്, അവിടെ 8 കുറെ കഴിഞ്ഞിട്ടാണ് തീരുന്നത്. അപ്പൊ ഇതിനേക്കാളും നല്ല അതല്ലേ? അല്ല, ഖൈർ കസറത്തുസ് സുജൂദ്, കസറത്തുസ് സുജൂദുള്ള ഈ നിസ്കാരം തന്നെ 20 റക്അത്ത് നിസ്കരിക്കും. 4 മദ്ഹബിന്റെ ഇമാമിയങ്ങൾ പഠിപ്പിച്ചത് അതാണ്. അവർക്ക് കിട്ടാത്ത തെളിവൊന്നും നമ്മളെ കയ്യിൽ കിട്ടൂല. ആ ഒരു 20 റക്അത്ത് എന്ത് ചെയ്യരുത്, വേഗം തീർക്കൽ അജണ്ടയാക്കി വെക്കരുത്. അതൊരു ഖുശൂഅോടുകൂടെ അള്ളാഹുവിനെ ഭയപ്പെട്ട്, ഇതൊരു റമളാനാണ്, നമ്മൾ ഈ വേഗം നിസ്കാരം കഴിഞ്ഞ് ഓടി എന്താ ചെയ്യാൻ ബാക്കിയുള്ളത്? മാക്സിമം എൻജോയ് ചെയ്ത് ആസ്വദിച്ച് അള്ളാഹിന്റെ മുമ്പിൽ നിന്ന് കരഞ്ഞ് കണ്ണുകൾ നനഞ്ഞ് ഒരു ഇമാമിന്റെ പിന്നിൽ നിന്ന് മനോഹരമായ സൂറത്തുകൾ കേട്ടുകൊണ്ട് ആ ഒരു 20 റക്അത്ത് ഭംഗിയിൽ നിസ്കരിച്ചാൽ എന്ത് മനോഹരായിരിക്കും. നമ്മൾ ഇമാമാരെ പിരിച്ചുവിടും, അവിടെ 20 മിനിറ്റ് തീരുന്നുണ്ട്, ഇവിടെ 40 മിനിറ്റ് എടുക്കുന്നുണ്ട്, കുഴപ്പതാണ്. ഇമാമ് 40 മിനിറ്റ് നിസ്കരിക്കുന്നുണ്ട്. യാ അല്ലാഹ്, അവർക്ക് പെരേ പോയി നിന്നൂടെ? അവരെന്തിനാ പിന്നെ ഇതിന് വരുന്നത്? ഇത് സമയമുള്ളവർക്ക് ചെയ്യാനുള്ളതാണ്, നാഫിലത്താണ്, സുന്നത്താണ്, പുണ്യമാണിത്. സമയമുള്ളവർ ചെയ്താൽ മതി. ആ ചെയ്യുന്നത് ഭംഗിയിൽ ചെയ്യാം. യാസീനോത് അൽ ഫാത്തിഹ വിളിക്കും. യാസീനൊക്കെ ഒരു ഓത്തുണ്ട് റബ്ബേ, രാജധാനി എക്സ്പ്രസ് പോകാന്നാ വിചാരിക്കാം. എന്തിനാ അങ്ങനെ ഓതുന്നത്? എന്തിന് തീർക്കുന്നത്? ഈ ധൃതി പിടിച്ച് നിങ്ങൾ ഓതുമ്പോ ഒരു സൂറത്തിന്റെ അവസാനത്തിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കരുത്. എപ്പോഴാ കഴിയുക, ഇനി എത്ര പേജുണ്ട്, അങ്ങനെ ആവരുത്. സാവധാനം ആസ്വദിച്ച് തജ്വീദോടുകൂടെ ഓതി. യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം തൻസീലൽ അസീസിർ റഹീം. യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക എത്ര ആള് ഖുർആൻ ഓതുന്നുണ്ട്, അവരെ ഖുർആൻ ശപിച്ചുകൊണ്ടിരിക്കുകയാണ്. മാറ്റം വരണം. അൽ ഫാത്തിഹ, ഫാത്തിഹ വിളിക്കും, ഖുൽ ഹുവല്ലാഹു ഫാത്തിഹയും. എന്തൊരു സ്പീഡിലാണ് ഓതുന്നത്, എന്ത് തിരക്കാണുള്ളത്. അത്ര തിരക്കുള്ളവർ ഓതാനും ഫാത്തിഹ വിളിക്കാനും അവിടെ നിൽക്കരുത്, പൊയ്ക്കോളൂ. സമയമുള്ള ആളുകൾ എന്ത് ചെയ്യണം, ഫാത്തിഹ വിളിച്ച് മനോഹരമായി 3 ഖുൽ ഹുവല്ലാഹു അഹദ്, 1 ഖുൽ ഹുവല്ലാഹു അഹദ് തഅദിലു സുലുസൽ ഖുർആൻ, ഖുർആനിന്റെ 1/3. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. സാവധാനം ഓതി. എന്ത് തെറ്റാ, എന്ത് കുഴപ്പമാണ് വരാനുള്ളത്, എന്ത് നഷ്ടം നമുക്കുള്ളത്? 1 മിനിറ്റിൽ 5 6 ഖുൽ ഹുവല്ലാഹു ഓതാൻ കഴിയും. സൂറത്തു യാസീൻ സാവധാനം ഓതിയാൽ 6 മിനിറ്റ് 7 മിനിറ്റ് എടുക്കുള്ളൂ. എന്തിനു പിന്നെ നമ്മളത് കേടെടുക്കുന്നത്? ഖുർആൻ മനോഹരം. അയ്യുൽ ഖുർആനി അഫ്ളൽ അയ്യുസ് സ്വലാത്തി അഫ്ളൽ. സ്വഹാബിമാർ ചോദിക്കുകയാണ്, നബിയെ ഞങ്ങൾ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്? തൂലുൽ ഖുനൂത്ത്, ധാരാളം അല്ലാഹുവിനെ പേടിച്ച് നിസ്കരിക്കണം, അങ്ങനത്തെ നിസ്കാരമാവണം. അയ്യുസ് സ്വദഖത്തി അഫ്ളലു, നബിയെ സ്വദഖകളിൽ ഏറ്റവും നല്ല സ്വദഖ ഏതാ നബിയെ? അൻത തസദ്ദഖ വ അൻത സ്വഹീഹുൻ ശഹീഹുൻ തഖ്ശൽ ഫഖർ. ദാരിദ്ര്യം വരുമോ എന്ന് പേടിയുണ്ട്, ആരോഗ്യമുണ്ട്, കയ്യിൽ കുറച്ചേ പൈസയുള്ളൂ. അങ്ങനത്തെ അവസ്ഥയിൽ ചെയ്യുന്ന സ്വദഖ. എന്താ പറയാൻ കാരണം എന്നറിയോ? കയ്യിൽ കുറച്ച് പൈസ ഉണ്ട്, 1000 രൂപ ഉണ്ട്, നിങ്ങൾ ആരോഗ്യമുള്ള ആളാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സക്കറാത്ത് കിടക്കല്ല, ഐസിയുവിൽ കിടക്കല്ല, ഇത് കഴിഞ്ഞാൽ ഇനി മരിക്കുകയാണ്, അങ്ങനത്തെവർക്ക് പ്രയാസം ഉണ്ടാവില്ല. എനിക്ക് നാളെയും ജീവിതമുണ്ട്, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, എനിക്ക് അല്ലെങ്കിൽ കുട്ടികളായിട്ടേ ഉള്ളൂ, എനിക്ക് ഒരുപാട് പ്രായമൊന്നും ആയില്ല, ജീവിതം മുന്നിൽ കാണാൻ ഒരുപാട് ആവശ്യങ്ങൾ നടക്കാനുണ്ട്, എന്നിട്ട് കയ്യിലില്ലാതെ വിഷമിക്കുമ്പോൾ ഉള്ളതിൽ നിന്ന് കൊടുക്കുന്ന സ്വദഖ, അതിന് വലിയ കൂലിയാണ്. വലിയ പൈസക്കാർ ഒരു പക്ഷെ 5 ലക്ഷം 10 ലക്ഷം കൊടുത്തു വരും, അവരെ കൊടുക്കുന്നത് 10 കോടി 10 ലക്ഷം കൊടുക്കുന്നുണ്ടാവുക. നിങ്ങൾ കൊടുക്കുന്ന 100 നിങ്ങളുടെ 1000-ൽ നിന്നാണ്. അതുകൊണ്ടാണ് സബഖ ദിർഹമുൻ അൽഫ ദിർഹം, 1 ദിർഹമിന് 1000 ദിർഹമിനേക്കാൾ കൂലിയുണ്ടാകും ചിലപ്പോ എന്ന് പറയാൻ കാരണം, ആ 1 ദിർഹം 2 ദിർഹമിൽ നിന്ന് ഒന്നാ കൊടുത്തത്, മറ്റേ 1000 കൊടുത്തത് ലക്ഷങ്ങളിൽ നിന്ന് 1000 കൊടുത്തിട്ടുണ്ടാവുള്ളൂ. അതുകൊണ്ട് സ്വദഖയിൽ ഏറ്റവും വലിയ സ്വദഖ നിങ്ങൾക്ക് ആരോഗ്യമുണ്ടായിരിക്കെ എന്ന് പറഞ്ഞ ജീവിതത്തിൽ പ്രതീക്ഷയുണ്ടായിരിക്കെ, ദാരിദ്ര്യം വരുമോ, ഈ പൈസ കൊടുത്താൽ ഞാൻ കുടുങ്ങുമോ എന്ന് പേടിക്കുന്ന നേരത്ത് കൊടുക്കുന്ന സ്വദഖയാണ്. മനസ്സിലായല്ലോ അതിനർത്ഥം? അൻത തസദ്ദഖ വ അൻത സ്വഹീഹുൻ ശഹീഹുൻ തഖ്ശൽ ഫഖർ. നിങ്ങൾ ആരോഗ്യവാനാണ്, ഷഹീഹ്, പിഷ്കാൻ തോന്നുന്നുണ്ട്, ഇത് കൊടുത്താൽ ഞാൻ പ്രയാസപ്പെടുക, ഞാൻ പിന്നെ എങ്ങനെ ബസ് കയറി പോവാ, ഇത് ഞാൻ കൊടുത്താൽ എങ്ങനെ രാവിലെ നാളെ ഭക്ഷണം കഴിക്കുക എന്ന് നിങ്ങൾ പേടിക്കുന്നുണ്ട്, അതിൽ നിന്ന് കൊടുക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. വലാ തുംഹിൽ حتى إذا بلغت الحلقوم قلت لفلان كذا ولفلان كذا وقد كان لفلان. സക്കറാത്തിന്റെ നേരമാകുമ്പോൾ നിങ്ങൾ പറയും, ഇനി എനിക്ക് പൈസ വേണ്ട, ഇത് നിങ്ങൾ നിങ്ങളുടെ സ്ഥാപനത്തിന് കൊടുത്തേക്ക്, ഇത് നാട്ടിലെ പള്ളിക്ക് പോവട്ടെ, ഇത് മഹലിന്, ഇത് മഖാമിന്, ഇത് മദ്രസക്ക്, ഇത് നമ്മുടെ മിഷന്, ഇത് നമ്മുടെ
ഉസ്താദ്മാരുടെ ശമ്പളത്തിന് റൂഹ് തൊണ്ടക്കുഴയിൽ എത്തുമ്പോൾ നിങ്ങളത് പറയും. അതല്ല വേണ്ടത്, നിങ്ങൾക്ക് ആരോഗ്യമുള്ള സമയത്ത് നിങ്ങൾ ചെയ്യണം. അതാണ് ഖൈറെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബിയോട് അടുത്തൊരു ചോദ്യം, അയ്യുൽ കലാമി അഫ്ളലു, നബിയെ ഏറ്റവും നല്ല വാക്ക് എന്താണ്? നബിയെ ഏറ്റവും നല്ല വചനം ഏതാണ്? അയ്യുൽ കലാമി അഫ്ളൽ. അള്ളാഹു അവന്റെ അടിമകൾക്കോ അള്ളാഹുവിന്റെ മലക്കുകൾക്കോ തെരഞ്ഞെടുത്തു കൊടുത്തൊരു വചനമുണ്ട്. അത് ഏതാണെന്നറിയോ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി. ശ്രേഷ്ഠമായ ഒരു ദിക്റാണിത്. ദിക്റുകളിൽ ശ്രേഷ്ഠം ലാ ഇലാഹ ഇല്ലല്ലാഹ്. പക്ഷെ കലാമിൽ ശ്രേഷ്ഠം, വെറുതെ നമ്മൾ വർത്തമാനം പറയുന്ന വർത്തമാനത്തിൽ ഏറ്റവും നല്ല ശ്രേഷ്ഠമായത് സുബ്ഹാനല്ലാഹി വബിഹംദിഹി. അതൊരു ദിക്റാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി ചൊല്ലി നോക്കി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം. 3 തവണ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം. അയ്യുൽ അമാലി അഫ്ളലു. അബ്ദുല്ലാഹി ഇബ്നു ഹബശിൽ ഖസ്അമി തങ്ങൾ ഉദ്ധരിക്കുകയാണ്. ഒരാൾ വന്ന് നബിയോട് ചോദിച്ചു, അയ്യുൽ അമാലി അഫ്ളലു, ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അമൽ പഠിപ്പിക്കണേ നബിയെ. ഖാല ഈമാനുൻ ലാ ശക്ക ഫീഹി, ഒരു സംശയമില്ലാത്ത ഈമാൻ. ആ വാക്കിന് പ്രത്യേകത ഉണ്ട്. ഒരു യുക്തിവാദിന്റെ പ്രസംഗം കേട്ടാൽ ചിലർക്ക് സംശയം വരും, അതിനപ്പുറത്ത് മറുപടി അറിയില്ല. അതുകൊണ്ടാണ് ഉസ്താദുമാര് പറയുന്നത്, നമ്മുടെ ദീനിന്റെ അഹ്കാമുകൾ ശരിക്ക് പഠിച്ചിട്ട് നിങ്ങളുടെ കാലുറച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു പക്ഷെ പിന്നെ പതറൂല, പിന്നെ നിങ്ങൾക്ക് കേൾക്കാം. പക്ഷെ അത് കേൾക്കുന്നതിന്റെ മുമ്പ് നിങ്ങളുടെ ദീൻ എന്താണ് നിങ്ങൾ പഠിക്കണം. ഇതിന്റെ സംശയങ്ങൾ നമ്മൾ ആദ്യം നിവാരണം ചെയ്യണം. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ മുതഹവ്വിഖൂൻ തങ്ങൾ ചോദിച്ചില്ലേ, ബൈബിളിന്റെ ഒരു പേജ് എടുത്തിട്ട്, തൗറാത്തിന്റെ ഒരു പേജ് ഉമർ റളിയല്ലാഹു അൻഹു നബിന്റെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കുക. നബിയെ, ഇതിൽ ഹിക്മത്തുണ്ട് എന്ന് പറഞ്ഞ കുറച്ച് നല്ല രസമുള്ള വർത്താന നബിയെ, നല്ല രസമുള്ള സെന്റൻസ് ആണ്. ഉമർ തങ്ങൾ ദേഷ്യം പിടിച്ചില്ലേ, തങ്ങളുടെ മുഖം ചുമന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ എന്നിവിടെ കൈ പിടിച്ചു. ഉമറേ, ഹബീബിന്റെ മുഖത്ത് നിങ്ങൾ നോക്കുന്നില്ലേ? തങ്ങൾ മിണ്ടാതെ പേടിച്ചു. അമുതഹവ്വിഖൂൻ, തങ്ങൾ പറയാ, നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? വഅന ബൈന വഹറാനൈക്കും, നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇവിടെ ദീൻ പഠിപ്പിക്കാനുണ്ടായിരിക്കെ നിങ്ങൾ അത് മുഴുവൻ പഠിച്ചില്ലല്ലോ. അതിനു മുമ്പ് നിങ്ങൾ മറ്റിടങ്ങളിലേക്ക് പോയി നോക്കുമ്പോ നിങ്ങൾക്ക് വസ്വാസ് വരൂലേ? വലൗ കാന മൂസാ ഹയ്യൻ ലമാ വസിഅഹു ഇല്ല ഇത്തിബാഇ. ഈ കിതാബ് കൊണ്ടുവന്ന നബിന്റെ പേരെന്താണെന്നറിയോ? നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാം. ആ മൂസാ നബി ഞാൻ ജീവിച്ചിരിക്കുമ്പോ എന്റെ കൂടെ മദീനയിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്റെ ഖുർആൻ ആ മൂസ നബി പഠിക്കുക, എന്തല്ല തൗറാത്തായിരിക്കൂല. അങ്ങനത്തെ ഖുർആൻ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിട്ട് ഇതെടുത്ത് വെച്ചിട്ട് നിങ്ങൾ തൗറാത്തിന്റെ പേജ് എടുത്ത് പഠിക്കേ? നബി ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ടെന്നറിയോ? നമ്മുടെ ഈമാൻ ഇളകാതിരിക്കാൻ. ഈമാൻ ഉറക്കുന്നതിന് മുമ്പ് അത് വേണ്ട. ഈമാൻ ഉറച്ചു കഴിഞ്ഞാൽ അങ്ങനെ പഠിക്കുന്നവരുണ്ട്. കമ്പാരിറ്റീവ് സ്റ്റഡീസ്. യുക്തിവാദികൾക്ക് മറുപടി കൊടുക്കണമെങ്കിൽ പറയുന്നത് കേൾക്കേണ്ടി വരും എന്നല്ലാതെ നിങ്ങളുടെ ഈമാൻ ഇളകരുത്. അതുകൊണ്ടാണ് ഏറ്റവും വലിയ അമല് ഈമാനുൽ ലാ ശക്ക ഫീഹി, ഒരു സംശയം വരാത്ത ഈമാനാണെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അയ്യുൽ ഹിജ്റതി അഫ്ളലു, ഏറ്റവും ശ്രേഷ്ഠമായ ഹിജ്റ ഏതാണ് നബിയെ? ആ ഒരു ഉമ്മത്തിന്റെ പ്രത്യേകത നോക്കി. എന്ത് മനോഹരമായ ചോദ്യങ്ങളാണ് ഇതൊക്കെ. അവരാ ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഒരു മനോഹാരിത നോക്കി. അയ്യുൽ ഹിജ്റതി അഫ്ളലു, ഹിജ്റ എന്നത് മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള പലായനമാണെന്നാണ് നമ്മൾ അറിയുന്നത്, നമ്മൾ കേട്ടത്. എന്നാൽ ഹിജ്റ ഇനിയുമുണ്ട്. മൻ ഹജറ മാ ഹറമല്ലാഹു അസ്സ വജൽ, അള്ളാഹു തുടരുത് എന്ന് പറഞ്ഞത്. മയക്കുമരുന്ന് ലഹരികൾ, നമ്മുടെ ക്യാമ്പസുകൾ, നമ്മുടെ സ്കൂളുകൾ, നമ്മുടെ മദ്രസകൾ, നമ്മുടെ ക്യാമ്പസുകൾ, റോഡുകൾ, അങ്ങാടികളൊക്കെ ലഹരിയുടെ മേളകളായി മാറുമ്പോൾ അള്ളാഹു ഹറാമാക്കിയത് ചെയ്യാതിരിക്കുന്നവർ അള്ളാഹുക്ക് വേണ്ടി ഹിജ്റ ചെയ്യുന്നതിന്റെ കൂലിയാണ് അള്ളാഹു നൽകുന്നത്. അഫ്ളലുൽ ഹിജ്റ അയ്യുൽ ഹിജ്റതി അഫ്ളലു മൻ ഹജറ മാ ഹറമല്ലാഹ്. മദ്യപാനവും ആൽക്കഹോളിസവും വ്യഭിചാരവും തോന്നിവാസവും അള്ളാഹു ഹറാമാക്കിയത്, ഗീബത്തും നമീമത്തും ഖദ്ഫും ലഅനത്തും, ഇങ്ങനെ അള്ളാഹു അരുതെന്ന് പറഞ്ഞത്, ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത് ആരൊക്കെ ഉപേക്ഷിക്കുന്നുണ്ടോ അതാണ് അള്ളാഹുവിന് ചെയ്യുന്ന ഏറ്റവും വലിയ ഹിജ്റ. കേവലം ഒരു യാത്ര മാത്രമല്ല. ഫഅയ്യുൽ ജിഹാദി അഫ്ളലു, നബിയെ ഏറ്റവും വലിയ ജിഹാദ് ഏതാണ്? മൻ ജാഹദൽ മുശ്രികീന ബിമാലിഹി വനഫ്സിഹി, സത്യം മനസ്സിലാക്കി കൊടുക്കാൻ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും ത്യാഗം ചെയ്യലാണ്. ഹബീബായ നബി തങ്ങളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ഹബീബായ നബിയുടെ മദീനയുടെ മിമ്പറിന്റെ അരികത്തെ ഒരു സംഭവം നടക്കുന്നു. നുഅ്മാൻ ഇബ്നുൽ ബഷീർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, കുൻതു ഇൻദ മിമ്പരി റസൂലില്ലാഹ്, റസൂലുള്ളാഹി തങ്ങളുടെ മിമ്പർ, ജാഅ റജുലൻ, ഒരാൾ അവിടെ വന്നു. അയാളൊരു കാര്യം പറഞ്ഞു, ലാ ഉബാലി അല്ലാ അഅമല അമലൻ ബഅദൽ ഇസ്ലാം ഇല്ലാ അൻ അസ്ഖിയൽ ഹാജ്. ഹജ്ജിന് വരുന്ന ആളുകൾക്ക് കുടിക്കാനുള്ള വെള്ളം കൊടുക്കലാണ് ഞാൻ ഇനി ചെയ്യാൻ പോകുന്ന അമല്. വേറെ ഞാൻ ഒന്നും ചെയ്തില്ലെങ്കിലും എനിക്ക് പ്രശ്നമല്ല, ഇനി ഞാൻ അത് മാത്രമാണ് ചെയ്യാൻ പോകുന്നത്. ഞാനൊരു ഹജ്ജ് വളണ്ടിയർ ആയിട്ട് ജീവിക്കുകയാണ്, വേറെ ഒരു പണിയും ചെയ്യൂല. അങ്ങനെ പറഞ്ഞുപോയി ഒരാൾ. അപ്പൊ വേറൊരാള് ലാ ഉബാലി എന്ന് പറഞ്ഞ് ഇല്ല അൻ വഅമ്മിറൽ മസ്ജിദൽ ഹറാം, ഞാനിനി മക്കയിലെ പള്ളി, ആ പള്ളിയെ സംരക്ഷിക്കുന്ന പണി മാത്രം, വേറെ ഒന്നിനും എന്നെ കിട്ടൂല, ഞാൻ അത് മാത്രമാണ് ചെയ്യാൻ പോകുന്നത്. വേറൊരാള് പറഞ്ഞു അൽ ജിഹാദ് ഫീ സബീലില്ലാഹി അഫ്ളലു മിമ്മാ ഖുൽതും. ഇതൊക്കെ നബിയുടെ മിമ്പറിന്റെ അടുത്ത് നടക്കുന്ന വർത്തമാനങ്ങളാട്ടോ, ദുനിയാവിന്റെ വർത്തമാനല്ലേ. കച്ചവടത്തെ കുറിച്ചല്ല പറയുന്നത്, ഏതെങ്കിലും ഒരു അട്ടിമറിയെ കുറിച്ചല്ല പറയുന്നത്, കാലുവാരുന്നതിനെ കുറിച്ചല്ല, ഇതൊന്നുമല്ല, ഒക്കെ നല്ല നല്ല ചർച്ചകളാണ്. ഒരാൾ പറഞ്ഞു, നിങ്ങൾ ഈ പറഞ്ഞ സിഖായത്തുൽ ഹാജ് വ ഇമാറത്തുൽ മസ്ജിദിൽ ഹറാം, സൂറത്ത് തൗബയിൽ ആയത്തിറങ്ങാണ് ഈ വിഷയത്തിൽ. ഇതിനേക്കാളൊക്കെ നല്ലത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദാണ്, ധർമ്മസമരം എന്ന് പറഞ്ഞ ത്യാഗം ചെയ്യലാണ്. ഇങ്ങനെ സംസാരിക്കുമ്പോഴേ ഉമർ തങ്ങൾ വന്ന് അവരുടെ വിഷയത്തിൽ ഇടപെട്ടു. ഉമർ തങ്ങൾ അവരെ ചീത്ത പറഞ്ഞു. എന്താ പറഞ്ഞത്? ലാ തർഫഉ അസ്വാതകും ഇൻദ മിമ്പരി റസൂലില്ലാഹ്. നോക്കണേ, റസൂലുള്ളാഹിന്റെ മുമ്പ് വർത്താനം പറയാൻ പാടില്ല, ഒച്ച വെച്ച് സംസാരിക്കരുത്. ഉമർ തങ്ങൾ പറഞ്ഞു എന്താണെന്നറിയോ? റസൂലുള്ളാഹി തങ്ങളുടെ മിമ്പറിന്റെ അരികത്ത് വെച്ച് ഒച്ച വെക്കരുത്. തങ്ങൾ ജീവിച്ചിരിപ്പുള്ള കാലമാണ്. ലാ തർഫഉ അസ്വാതകും ഇൻദ മിമ്പരി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മിമ്പറിന്റെ അരികത്ത് വെച്ച് നിങ്ങൾ ഒച്ച വെക്കരുത്. വെള്ളിയാഴ്ച ദിവസമായിരുന്നു അത്. നിസ്കാരം കഴിഞ്ഞാൽ പുണ്യ നബിയോട് ഈ വിഷയം ചെന്ന് പറയണം. ഉമർ റളിയല്ലാഹു അൻഹു തീരുമാനിച്ചു. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു ഹബീബായ നബി തങ്ങളോട് വിഷയം പറഞ്ഞു. നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു